In this session, we will be seeing about the concept of Cascading Style Sheet or CSS for short. ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSSനെ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റൈൽസ് എന്ന് വിളിക്കും. സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റൈൽസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ചേഞ്ച് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ സൈസ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ ഒരു ബോർഡർ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൈൽസ് നമുക്ക് HTML ഫയലിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു CSS ഫയലായിട്ട് എഴുതിയിട്ട് അതിലെഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് നമുക്ക് HTML ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ വിഷ്വൽ ഫീൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു HTML ടാഗിൻ്റെ കൂടെ നമുക്കൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് CSSൻ്റെ ഒരു പ്രോപ്പർട്ടിയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളാണ്. ടിം ബെർണേഴ്സ്-ലീയെ കുറിച്ച് ഉള്ളൊരു വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതിൽ 2 പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് ടാഗിൻ്റെ കൂടെ നമുക്ക് ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ആട്രിബ്യൂട്ട്, സ്റ്റൈൽ ഈക്വൽ ടു, അതിൻ്റെ അകത്ത് നമുക്ക് ഏത് CSS പ്രോപ്പർട്ടിയാണ് വേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി പ്രീ ഡിഫൈൻഡ് ആണ്. കളറിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് US ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ COLOR ഈക്വൽ ടു, ഇത് കോഡ്സിൽ കൊടുക്കണം, COLOR കോളൻ CSS പ്രോപ്പർട്ടി കളർ എന്നാണ്. CSS പ്രോപ്പർട്ടി ഈസ് കളർ. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, ഇപ്പോൾ നമുക്ക് ബ്ലൂ ആണ് വേണ്ടെങ്കിൽ, ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആക്കണമെങ്കിൽ നമുക്ക് CSS പ്രോപ്പർട്ടി കോളൻ അതിൻ്റെ വാല്യൂ ബ്ലൂ എന്ന് കൊടുക്കുക. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് നമ്മൾ ഏത് ടാഗിലാണ് കൊടുത്തത് അതിൻ്റെ സ്റ്റൈൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിച്ചതനുസരിച്ച് അത് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ടാഗിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന നമ്മൾ ബോൾഡ് ടെക്സ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആട്രിബ്യൂട്ടായിട്ട് സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു കോഡ്സിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോപ്പർട്ടി, CSS പ്രോപ്പർട്ടി. അപ്പം ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ സാധാരണ എഴുതുന്നത് ഫസ്റ്റ് വേർഡ് ദെൻ ഹൈഫൻ സെക്കൻഡ് വേർഡ് ആയിരിക്കും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൻ കളർ കോളൻ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ എന്ന് എഴുതാൻ പറ്റും. സോ യു ക്യാൻ സീ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ് ചേഞ്ച്ഡ് ടു ഗ്രീൻ. ടിം ബെർണേഴ്സ്-ലീ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. So this is how you provide different styles to the document. ഒന്നിൽ കൂടുതൽ സ്റ്റൈൽ ഒരു ടെക്സ്റ്റിൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റൈൽ സെമികോളൻ, അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഗീവ് ദ നെക്സ്റ്റ് സ്റ്റൈൽ. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. So that is all about cascading style sheet.